Hi students, welcome to RNK E-Graphics. മെഷീൻ ഡിസൈനിലെ കീയിൻ്റെ ഡിസൈൻ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കീസിൻ്റെ ടൈപ്സ്, ഡിസൈനിങ് എന്നിവയെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം. എന്നാൽ മാത്രമേ ഈ പ്രോബ്ലംസ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കീ ഡിസൈൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നോക്കാം. First question. Design the rectangular key for a shaft of 50 mm diameter. The shearing and crushing stress for the key material are 42 megapascal and 70 megapascal. 50 mm diameter ഉള്ള ഷാഫ്റ്റിന് ഒരു റെക്ടാങ്കുലർ കീ ഡിസൈൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കീ മെറ്റീരിയലിൻ്റെ ഷിയറിങ്ങും ക്രഷിംഗ് സ്ട്രെസ്സും 42 മെഗാപാസ്കലും 70 മെഗാപാസ്കലുമാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതിയെടുക്കുക. ഗിവൻ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് D is equal to 50 mm. Shear stress tau is equal to 42 megapascal is equal to 42 Newton per mm square. Crushing stress sigma C is equal to 70 megapascal is equal to 70 Newton per mm square. അപ്പോൾ ഇവിടെ ഒരു റെക്ടാങ്കുലർ സംഖ് കീ ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റെക്ടാങ്കുലർ സംഖ് കീയുടെ വിഡ്ത്ത്, തിക്നെസ്, ലെങ്ത് എന്നിവയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഒരു റെക്ടാങ്കുലർ സംഖ് കീയുടെ ക്രോസ് സെക്ഷണൽ ഡയഗ്രം വരച്ചു വെക്കുക. ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള റെക്ടാങ്കുലർ കീയുടെ പ്രൊപ്പോർഷൻസ് പ്രകാരം വിഡ്ത്ത് ഓഫ് കീ W is equal to D/4 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് D 50 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് വിഡ്ത്ത് ഓഫ് ദ കീ W is equal to 50 divided by 4 is equal to 12.5 mm. അതേപോലെ തന്നെ തിക്നെസ് ഓഫ് കീ T is equal to D/6 ആണ്. is equal to 50 divided by 6 equal to 8.33 mm. അപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ കീയുടെ വിഡ്ത്തും തിക്നെസ്സും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് റെക്ടാങ്കുലർ കീയുടെ ലെങ്ത് ആണ്. അതിന് നമ്മൾ കീയുടെ ഷിയറിംഗ് സ്ട്രെങ്ത് ഇക്വേഷനും ക്രഷിംഗ് സ്ട്രെങ്ത് ഇക്വേഷൻസും യൂസ് ചെയ്തിട്ട് ലെങ്ത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ഏതാണോ ലാർജ് വാല്യൂ അത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ കീ കണ്ടുപിടിക്കാം. കൺസിഡറിങ് ഷിയറിംഗ് ഓഫ് ദ കീ. അപ്പം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഷിയറിംഗ് ഓഫ് ദ കീ ആണ്. ഷിയറിംഗ് സ്ട്രെങ്ത് T is equal to L into W into tau into D/2 ആണ്. ഇതിലേക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T is equal to L into 12.5 into 42 into 50 divided by 2. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് T is equal to 13125 L Newton mm ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ലെങ്ത് ഓഫ് ദ കീ കണ്ടുപിടിക്കാൻ നമുക്ക് ടോർഷണൽ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ആവശ്യമുണ്ട്. ടോർഷണൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് T is equal to pi/16 tau d³ ആണ്. is equal to pi/16 into 42 into 50 ക്യൂബ്. സോൾവ് ചെയ്താൽ ടോർഷണൽ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ 1.03 into 10⁶ Newton mm. അപ്പോൾ ഇത് നമ്മൾ ടോർഷണൽ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L is equal to 1.03 into 10⁶ divided by 13125. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദ കീ L is equal to 78.476 mm. ഷിയറിംഗ് സ്ട്രെങ്ത് വെച്ചിട്ട് കീയുടെ ലെങ്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് 78.476 mm ആണ്. ഇതേപോലെ തന്നെ
ക്രഷിംഗ് സ്ട്രെങ്ത് വെച്ചിട്ട് കീയുടെ ലെങ്ത് ഡിസൈൻ ചെയ്യണം. കൺസിഡറിങ് ക്രഷിംഗ് ഓഫ് ദ കീ T is equal to L into T by 2 into sigma C into D by 2. ഇവിടേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T is equal to L into 8.33 divided by 2 into 70 into 50 by 2. കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ T is equal to 7288.75 into L Newton mm. അപ്പോൾ ഇവിടെയും നമുക്ക് Lൻ്റെ ടേംസിലാണ് ഒരു ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഇതിലേക്ക് ടോർഷണൽ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ L is equal to 1.03 into 10⁻⁶ divided by 7288.75. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ L is equal to 141.31 mm. അപ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത് കൺസിഡർ ചെയ്തിട്ട് കീയുടെ ലെങ്ത് ഡിസൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 141.31 mm ആണ്. രണ്ട് സ്ട്രെങ്ത്തും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത്തിലുള്ള വാല്യൂ ആണ് ലാർജർ വാല്യൂ. ആയതുകൊണ്ട് ആ ലാർജർ വാല്യൂ ആണ് ഈ റെക്ടാങ്കുലർ കീയുടെ ലെങ്ത് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കുലർ കീ L is equal to 141.31 mm. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A 45 mm diameter shaft is made of steel with a yield strength of 400 megapascal. A parallel key of size 14 mm wide and 9 mm thick made of steel with a yield strength of 340 megapascal is to be used. Find the required length of the key if the shaft is loaded to transmit the maximum permissible torque. Use maximum shear stress theory and assume a factor of safety of 2. 45 mm diameter ഉള്ള സ്റ്റീൽ ഷാഫ്റ്റിൻ്റെ yield strength 400 megapascal ആണ്. ഇതിൽ 14 mm വൈഡും 9 mm തിക്കും yield strength 340 megapascaലുമായിട്ടുള്ള പാരലൽ സ്റ്റീൽ കീ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കീയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ മാക്സിമം പെർമിസിബിൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കീയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇവിടെ നമ്മളോട് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 ആണെന്ന് അസ്യൂം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഡാറ്റാസ് എഴുതിയെടുക്കാം. ഗിവൻ diameter of the shaft D is equal to 45 mm. Yield strength for the shaft sigma YT is equal to 400 megapascal equal to 400 Newton per mm square. Width W is equal to 14 mm. Thickness T is equal to 9 mm. Yield strength for the key sigma YT is equal to 340 megapascal is equal to 340 Newton per mm square. Factor of safety Fs is equal to 2. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് പാരൽ കീയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ലെറ്റ് L is equal to ലെങ്ത് ഓഫ് ദ കീ. നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി യൂസ് ചെയ്തിട്ട് ഷാഫ്റ്റിൻ്റെ മുകളിൽ മാക്സിമം പെർമിസിബിൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട കീയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈൽഡ് സ്ട്രെസ് മൊത്തം നമുക്ക് മാക്സിമം സ്ട്രെസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി, the maximum shear stress for the shaft tau max is equal to sigma YT divided by 2 into Fs ആണ്. അപ്പോൾ ഇവിടെ ഷാഫ്റ്റിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്തും ഫാക്ടർ ഓഫ് സേഫ്റ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാക്സിമം ഷിയർ സ്ട്രെസ് ഫോർ ദ ഷാഫ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം.
is equal to 400 divided by 2 into 2 equal to 100 Newton per mm square. ഷാഫ്റ്റിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ക്യൂയുടെ മാക്സിമം ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കണം. മാക്സിമം ഷിയർ സ്ട്രെസ് ഫോർ ദ കീ ടോ കെ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു എഫ് എസ്. ഇവിടെ സിഗ്മ വൈ ടി കീയുടെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 340 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 85 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അടുത്തത് മാക്സിമം ക്രഷിംഗ് സ്ട്രെസ് ഫോർ ദ കീ ആണ്. സിഗ്മ സി കെ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ടി ഡിവൈഡ് ബൈ എഫ് എസ് ആണ്. നേരത്തെ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചപ്പോൾ ഉള്ള ഇക്വേഷൻ നിന്ന് ഇതിനൊരു ചെറിയൊരു മാറ്റമുണ്ട്. താഴെ എഫ് എസിനോട് 2 മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല ക്രഷിംഗ് സ്ട്രെസ്സിൽ. അത് നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ കീയുടെ ഈൽഡ് സ്ട്രെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാക്സിമം ക്രഷിംഗ് സ്ട്രെസ് ഫോർ ദ കീ ഈസ് ഈക്വൽ ടു 340 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 170 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂസൊക്കെ യൂസ് ചെയ്തിട്ട് ഷിയറിംഗ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനിലും ക്രഷിംഗ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പാരലൽ കീയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനു മുന്നേ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ് ആൻഡ് കീയും കൂടിയും കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 16 ടോ മാക്സ് ഇൻറ്റു ഡി ക്യൂബ് ആണ്. അപ്പോൾ ഇവിടേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 16 ഇൻറ്റു 100 ഇൻറ്റു 45 ക്യൂബ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 1.8 ഇൻറ്റു 10⁶ ന്യൂട്ടൺ എം എം. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കീയുടെ ഫെയിലിയർ സംഭവിക്കുന്നത് ഷിയറിംഗ് മൂലമാണെന്ന്. അപ്പോൾ ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ ഇൻറ്റു ഡി ബൈ 2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.8 ഇൻറ്റു 10⁶ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു 14 ഇൻറ്റു 85 ഇൻറ്റു 45 ഡിവൈഡ് ബൈ 2. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 1.8 ഇൻറ്റു 10⁶ ഈസ് ഈക്വൽ ടു 26775 ഇൻറ്റു എൽ. Therefore, L is equal to 1.8 into 10⁶ divided by 26775. Answer L is equal to 67.2 mm. അപ്പോൾ ഷിയറിംഗ് ഫെയിലിയർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പാരൽ കീയുടെ ലെങ്ത് കണ്ടുപിടിച്ചപ്പോൾ വാല്യൂ കിട്ടുന്നത് 67.2 mm ആണ്. ഇനി നമുക്ക് കീയുടെ ഫെയിലിയർ സംഭവിക്കുന്നത് ക്രഷിംഗ് കൊണ്ടാണെന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. Now considering the failure of the key due to crushing. The maximum torque transmitted by the shaft and key T equal to L into T by 2 into sigma C into D by 2. Values substitute ചെയ്യുക. 1.8 into 10⁶ is equal to L into 9 by 2 into 170 into 45 divided by 2. Calculate ചെയ്യുമ്പോൾ 1.8 into 10⁶ is equal to 17213 into L. Therefore, L is equal to 1.8 into 10⁶ divided by 17213. Solve ചെയ്യുമ്പോൾ ആൻസർ 104.6 mm. അപ്പോൾ പാരലൽ കീയിൽ ക്രഷിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത് 104.6 mm ആണ്. ഈ രണ്ട് വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ വാല്യൂ ക്രഷിങ്ങിൻ്റെ സമയത്തുള്ള ലെങ്ത് ആണ്. ആയതുകൊണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ലെങ്ത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് ഓഫ് ദ പാരലൽ കീ L is equal to 104.6 mm. ഇതിനെ നമ്മൾ 105 mmലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നു. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. എ 15 kilowatt 960 rpm motor has a mild steel shaft of 40 mm diameter and the extension being 75 mm. The permissible shear and crushing stresses for the mild steel key are 56 megapascal and 112 megapascal.
Design the keyway in the motor shaft extension. Check the shear strength of the key against the normal strength of the shaft. ഇവിടെ 15 കിലോവാട്ട് പവർ 960 RPM ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മോട്ടറുണ്ട്. ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് 40 mm മൈൽഡ് സ്റ്റീലാണ്. കൂടാതെ ഒരു 75 mm ലെങ്ത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മൈൽഡ് സ്റ്റീൽ കീയുടെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് 56 MPa പെർമിസിബിൾ ക്രഷിംഗ് സ്ട്രെസ് 112 MPa. ഈ മോട്ടോർ ഷാഫ്റ്റിന്റെ എക്സ്റ്റൻഷനിൽ ഉള്ള കീവേ ഡിസൈൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾസോ ഷാഫ്റ്റിന്റെ നോർമൽ സ്ട്രെങ്ത്തിന് മുകളിൽ കീയുടെ ഷിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതിയെടുക്കാം. ഗിവൺ പവർ P is equal to 50 kilowatt equal to 15 into 10⁻³ watts. Speed 960 RPM. Diameter of the shaft D is equal to 40 mm. Length of the keyway L is equal to 75 mm. Permissible shear stress tau is equal to 56 MPa equal to 56 Nm/mm². Permissible crushing stress sigma C is equal to 112 MPa equal to 112 Nm/mm². ഇവിടെ മോട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ആണ് തന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ആ ഷാഫ്റ്റിൽ ഉണ്ടാവുന്ന ടോർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ മോട്ടർ T is equal to P into 60 divided by 2πn. പവറിൻ്റെയും സ്പീഡിൻ്റെയും വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T is equal to 15 into 10⁻³ into 60 divided by 2π into 960. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ടോർക്ക് ഈസ് ഈക്വൽ ടു 149 into 10⁻³ Nm. ഈ ഷാഫ്റ്റ് എക്സ്റ്റൻഷനിൽ കീ ഇൻസേർട്ട് ചെയ്യേണ്ട കീവേൻ്റെ വിഡ്ത്തും തിക്നെസ്സുമാണ് കണ്ടുപിടിക്കേണ്ടത്. കീവേൻ്റെ ഡയമെൻഷൻസ് കീയുടെ ഡയമെൻഷന് സെയിം തന്നെയായിരിക്കും. ആയതുകൊണ്ട് ലെറ്റ് W ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് കീവേ ഓർ കീ. ആദ്യം നമുക്ക് കീയുടെ ഫെയിലിയർ സംഭവിക്കുന്നത് ഷിയറിങ്ങിലാണെന്ന് കൺസിഡർ ചെയ്യാം. അത് പ്രകാരം the torque transmitted T is equal to L into W into tau into D/2. ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 149 into 10⁻³ is equal to 75 into 56 into 40 divided by 2. സോൾവ് ചെയ്യുമ്പോൾ 149 into 10⁻³ is equal to 84 into 10⁻³ into W. Therefore, W is equal to 149 into 10⁻³ divided by 84 into 10⁻³ is equal to 1.8 mm. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള വിഡ്ത്ത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഒരു കീയുടെ അല്ലെങ്കിൽ കീവേൻ്റെ വിഡ്ത്ത് അറ്റ്ലീസ്റ്റ് D/4 ആയിരിക്കണം. ഇവിടെ ഡയമീറ്റർ 40 ആണ്. D/4 പോലും അല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. ആയതുകൊണ്ട് നമുക്ക് കീയുടെ പ്രൊപ്പോർഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അത് പ്രകാരം വിഡ്ത്ത് ഓഫ് ദ കീ W is equal to D/4 ആണ്. is equal to 40 divided by 4 equal to 10 mm. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്രഷിംഗ് സ്ട്രെസ് ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെ 2 times ആണ്. അതായത് സിഗ്മ C is equal to 2 into tau. സ്ക്വയർ കീസിലാണ് ഈ റിലേഷൻ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ മുകളിൽ കാണിക്കുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് സ്ക്വയർ കീ ആണ്. സ്ക്വയർ കീയുടെ വിഡ്ത്ത് തന്നെയായിരിക്കും അതിൻ്റെ തിക്നെസ്സും. അപ്പോൾ W is equal to 10 mm. ഓൾസോ തിക്നെസ് T is equal to 10 mm. അപ്പോൾ നമ്മൾ ആ കീയുടെ വിഡ്ത്തും തിക്നെസ്സും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റും ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കീവേയും ചെക്ക് ചെയ്യാം. അതായത് ഒരു കീവേ ഉണ്ടാകുമ്പോഴുള്ള ഈ ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത്തും ഈ കീവേയിൽ കീ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന സ്ട്രെങ്ത്തും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് വിത്ത് കീവേ ഈക്വൽ ടു π/16 tau d3. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π/16 into 56 into 40³ കാൽക്കുലേറ്റ് ചെയ്താൽ സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് വിത്ത് കീവേ ഈസ് ഈക്വൽ ടു 703716.7 Nm. അടുത്തത് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കീ ഈക്വൽ ടു L into W into tau into D/2.
equal to 75 into 10 into 56 into 40 by 2. സോൾവ് ചെയ്താൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കീ ഈസ് ഈക്വൽ ടു 8,40,000 ന്യൂട്ടൺ മീറ്റർ. ഈ രണ്ട് സ്ട്രെങ്ത്തും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചിട്ടാണ്. ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കീ ഡിവൈഡഡ് ബൈ നോർമൽ സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ഈക്വൽ ടു 8,40,000 ഡിവൈഡഡ് ബൈ 703716.7. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.193 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമാക്കുന്നത് കീ ഉണ്ടെങ്കിൽ പോലും ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കീസിൻ്റെ 3 ഡിഫറെൻ്റ് ഡിസൈൻ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത് ഇവിടെ. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ദിവസം മെഷീൻ ഡിസൈനിലെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസുമായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയറും ചെയ്യുക.